Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Today we are going to study about the poem The Road Not Taken, written by Robert LaFrost. First of all, we have to study about the author Robert LaFrost. He was born on March 26, 1874 in America. He is an American poet, but firstly his work was published in England, not in America. And he was rewarded so many rewards like Pulitzer Prizes for his poetry, and he nominated for the Nobel Prize 31 times. And before we enter to our poem, we have to discuss about the title of the poem, The Road Not Taken, what it means. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചാണ്. ടൈറ്റിൽ ദ റോഡ് എന്നുള്ളത് അത് ജീവിതത്തിൻ്റെ സിമ്പലായിട്ടാണ് ഇവിടെ റോഡ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ സാധാരണ പാത എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവിതയാത്ര, ജീവിത വഴി, ജീവിതം എന്നൊക്കെയാണ് ഈ റോഡ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സമ്മറിയിലേക്ക് കടക്കാം. റോഡ് നോട്ട് ടേക്കൺ അഥവാ സഞ്ചരിക്കാത്ത വഴി എന്നാണ് ഇതിൻ്റെ ടൈറ്റിലിൻ്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയ സമയത്ത് രണ്ട് വഴികൾ അദ്ദേഹത്തിന് ഒരു ജംഗ്ഷനിൽ അദ്ദേഹം എത്തിപ്പെടുകയാണ്. അങ്ങനെ രണ്ട് വഴികൾ കണ്ടു. ആ രണ്ട് വഴികളിൽ ഒന്ന് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന വഴിയും മറ്റേത് യൂസ് ചെയ്യാത്ത വഴിയും. അങ്ങനെ അദ്ദേഹം അഡ്വഞ്ചറസ് മാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, യൂസ് ചെയ്യാത്ത വഴി അദ്ദേഹം സെലക്ട് ചെയ്തു. അങ്ങനെ ആ വഴിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം എന്ത് ചെയ്യാണ് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ലൈഫായിട്ട് നമുക്കുണ്ടാവുക. അപ്പോൾ ഭാവിയിൽ നമ്മുടെ ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവൻ എടുക്കുന്ന അവൻ്റെ കരിയർ ഓപ്ഷൻ ആയിരിക്കും അവൻ്റെ എൻജിനീയറിങ്ങും, അല്ലെങ്കിൽ എൻജിനീയറും ഡോക്ടറും അതേപോലെ കൊത്തുപണിക്കാരൻ, ഡ്രൈവർ പോലത്തെ പല മേഖലകളിലേക്ക് അവൻ പോകുന്നത് അവൻ്റെ കരിയർ ഓപ്ഷനിലൂടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിർണായക ഘട്ടത്തിൽ ഒരു വഴി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും സാധ്യമല്ല എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. 2 roads diverged in a yellow wood. യെല്ലോ വുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടം സീസണിൽ നമ്മൾ ഇലകൾ പൊഴിഞ്ഞിട്ട് അതിൻ്റെ മഞ്ഞ ഇലകളൊക്കെ താഴെ വീണിട്ട് ഉണ്ടാകുന്ന ആ പാതയുണ്ടല്ലോ, ആ പാതക്കാണ് ഇവിടെ യെല്ലോ വുഡ് എന്ത് ചെയ്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം പറയാണ് 2 roads diverged, രണ്ട് വഴികളും, ഡൈവേർജ് എന്ന് പറഞ്ഞാൽ രണ്ടായി പിളർന്നിരിക്കുന്നു ഇൻ എ യെല്ലോ വുഡ്. ആ മരങ്ങൾ തിങ്ങിയ ആ വഴികളിലൂടെ അതെന്ത് ചെയ്തു, രണ്ടായി ആ റോഡ് പിളർന്നിരിക്കുന്നു. അദ്ദേഹം ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അദ്ദേഹം പറയാണ് ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്, ദയവായിട്ട് എനിക്ക് രണ്ട് വഴിയിലൂടെയും എനിക്ക് കടന്നു പോകാൻ കഴിയില്ല. ആൻഡ് ബി വൺ ട്രാവലർ, കാരണം അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒറ്റ യാത്രക്കാരനാണ്. അപ്പോൾ ഒറ്റ യാത്രക്കാരനായതുകൊണ്ട് തന്നെ ലോങ് ഐ സ്റ്റൂഡ്, ഒരുപാട് നേരം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നു. ആൻഡ് ലുക്ക്ഡ് ഡൗൺ ആസ് ഫാർ ആസ് ഐ കുഡ്, എനിക്ക് കഴിയുന്നത്ര സമയം ഞാൻ നോക്കി നിന്നു. ടു വേർ ഇറ്റ് ബെൻഡ്, അതിൻ്റെ ഒരു വളവ് വരെ. ഇൻ ദി അണ്ടർഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളും കാടുകളൊക്കെ കൊണ്ട് തിങ്ങിയ സ്ഥലത്തിനാണ് അണ്ടർഗ്രോത്ത് എന്ന് പറയുക. അപ്പോൾ മരങ്ങളും കാടുകളൊക്കെ തിങ്ങിയ ആ വളവ് വരെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ആ വളവ് വരെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ഒരുപാട് നേരം നോക്കി നിന്നു. കാരണം ജീവിതത്തിൻ്റെ സെലക്ഷനാണല്ലോ, അപ്പോൾ ആ സെലക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാകുക. അപ്പോൾ അദ്ദേഹം അവിടെ എന്ത് ചെയ്തു, ഒരുപാട് സമയം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ആൻഡ് ദ ടുക്ക് ദ അതർ, അങ്ങനെ അദ്ദേഹം മറ്റേ വഴി നോക്കി. ജസ്റ്റ് ആസ് ഫെയർ, അദ്ദേഹത്തിന് നന്നായി തോന്നി. ആൻഡ് ഹാവിങ് പെർഹാപ്സ് ദ ബെറ്റർ ക്ലെയിം എന്ന് പറഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ, അത് നല്ലൊരു ഓപ്ഷൻ ആയതിനാൽ തന്നെ. ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി, കാരണം അതെന്താണ്, പുല്ല് നിറഞ്ഞതാണ്. പുല്ല് നിറഞ്ഞെന്ന് പറഞ്ഞാൽ ആളുകളൊന്നും യൂസ് ചെയ്യാത്തതാണ്. ആൻഡ് വാണ്ടഡ് വിയർ എന്ന് പറഞ്ഞാലും ആളുകൾ യൂസ് ചെയ്യാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ അത് കൂടുതൽ ആളുകളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു നല്ല ഓപ്ഷനായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ആ രണ്ടാമത്തെ വഴി തോന്നുകയാണ്. ആൻഡ് ദോ ആസ് ഫോർ ദാറ്റ് പാസിങ് ദർ, അദ്ദേഹം അതിലൂടെ കടന്നു പോയപ്പോൾ ഹാഡ് വോൺ ദം റിയലി അബൌട്ട് സെയിം, അദ്ദേഹത്തിന് രണ്ടും യഥാർത്ഥത്തിൽ ഒന്നായിട്ട് അനുഭവപ്പെട്ടു. ഇവിടെ വോൺ എന്ത് ഉദ്ദേശിക്കുന്നത്, ഫീൽ എന്നുള്ള അർത്ഥത്തിനാണ്, അനുഭവപ്പെടുക. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയാണ്, ആ വഴിയിലൂടെ, ആ പുല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ കടന്നു പോയപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാണ് ഇതെന്താണ്, രണ്ട് വഴിയും ഒരേപോലെ തന്നെയാണെന്ന് എന്ത് ചെയ്യാണ് അദ്ദേഹം
അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. അടുത്ത സ്റ്റാൻസ, ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലൈ. ആ പ്രഭാതത്തിൽ രണ്ട് വഴികളും ഒരേപോലെ കിടന്നു, അഥവാ രണ്ട് വഴികളും അദ്ദേഹത്തിന് ഒരേപോലെയായിട്ട് അനുഭവപ്പെട്ടു. ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ. ഇൻ ലീവ്സ്, ഇലകളിൽ എന്തില്ല, ആളുകളുടെ കാലടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ട്രോഡൻ എന്നതിൻ്റെ അർത്ഥം വാക്ക് ഡോവർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ നമ്മൾ ഇലകൾക്ക് മുകളിലൂടെ നടന്നു പോയാൽ, കുറേ ആളുകൾ നടന്നു പോയാൽ അത് ചീനിട്ട് എന്ത് ചെയ്യും, ഒരു ബ്ലാക്ക് നിറത്തിലേക്ക് വരും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ വഴിയിലൂടെ നടന്നു പോയപ്പോൾ അതിൽ ആളുകളുടെ കാലടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്താണ്, പച്ച പോലെ തന്നെ ഇങ്ങനെ കിടന്നിരുന്നു എന്നെന്ത് ചെയ്യാണ് അദ്ദേഹം പറയാണ്. അപ്പോൾ ജനങ്ങളുടെ കാലടി പാദങ്ങളൊന്നും ആ ഇലകളിൽ ഉണ്ടായിരുന്നില്ല. ഓ ഐ കെപ്റ്റ് ദ ഫസ്റ്റ് ഫോർ അനദർ ഡേ. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഇത് സെലക്ട് ചെയ്ത് മോശമായി പോയോ എന്ന് അദ്ദേഹത്തിനൊരു തോന്നൽ. ആ തോന്നിയതുകൊണ്ട് പറയുകയാണ്, ഞാൻ മറ്റേ വഴി, ആദ്യത്തെ വഴി എന്ത് ചെയ്തു, മറ്റൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചു. യെറ്റ് നോയിങ്, അറിയാതെ, ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നത് എന്നൊന്നും അറിയാതെ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഫസ്റ്റത്തെ വഴി വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാണ്, പലപ്പോഴും ഉണ്ടാകുന്നതാണ്. നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ കോളേജ് ലൈഫിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പാതി വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ നിർത്തിപ്പോയ ആൾക്കാർ അവർ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടുകിട്ടുമ്പോൾ സ്വാഭാവികം പറയും, അന്ന് നമ്മൾ ഒഴിവാക്കി പോകേണ്ടിയിരുന്നില്ല എന്നവർ പറയും. ഇത് അവർക്കുള്ള മനസ്താപമാണ്. പിന്നെ അവർ ആ സമയം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്ത് മോശമായോ എന്നൊരു തോന്നിയുകൊണ്ട് അയാൾ പറയാണ്, ഞാൻ ഒരു വഴി, ഫസ്റ്റത്തെ വഴി മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. ഞാൻ സംശയിച്ചു, ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്, ഞാൻ തിരിച്ചു വന്നാലോ എന്ന് ഞാൻ എന്ത് ചെയ്തു, സംശയിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇനി ഒരു തിരിച്ചുവരവ് എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അപ്പോൾ ഇത് അദ്ദേഹം ഈ കവി നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് വരിക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിരിക്കും. പിന്നോട്ട് വന്ന് പിന്നെ ആദ്യം വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്, ഇനി നമ്മൾ ഒരു വഴിയിലേക്ക്, ഒരു കരിയർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് മറ്റൊരു കരിയർ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെയധികം ദുഷ്കരമായിരിക്കും എന്നെന്ത് ചെയ്യാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി നാലാമത്തെ സ്റ്റാൻസ, ഐ ഷാൽ ബി ടെല്ലിങ് ദിസ് വിത്ത് എ സൈ. ഞാനിത് നെടുവീർപ്പോടു കൂടി പറയുകയാണ്. സൈ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബ്രത്ത്, അതായത് ദീർഘനിശ്വാസം, അല്ലെങ്കിൽ നെടുവീർപ്പ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ അതിനാണ് സൈ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഇത് രണ്ട് സെൻസിലും എടുക്കാം. അദ്ദേഹം ഈ വഴി സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വിജയിച്ചു. അപ്പോൾ ആ വിജയിച്ചത് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തൊന്നും മോശമായിട്ടില്ല എന്നർത്ഥത്തിന്. അല്ലെങ്കിൽ എന്ത് ചെയ്തു, നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സെലക്ട് ചെയ്ത് മോശമായി പോയി, അതുകൊണ്ടുള്ള ഒരു നെടുവീർപ്പ്, ആ രീതിയിലും നമുക്കെടുക്കാം. സംവേർ എയ്റ്റ്സ് ആൻഡ് എയ്റ്റ്സ് ഹെൻസ്. ഹെൻസ് എന്നതിൻ്റെ അർത്ഥം ഭാവിയിൽ നിന്നർത്ഥം. അങ്ങനെ ഭാവിയിൽ ഒരുപാട് കാലങ്ങൾ, വയസ്സുകൾ എന്ത് ചെയ്തു, ഇങ്ങനെ കടന്നുപോയി. 2 roads diverged in a wood. ആ രണ്ട് വഴികൾ എന്ത് ചെയ്തു, ആ മരത്തടികളിലൂടെ ഇങ്ങനെ രണ്ടായി പിളർന്നുപോയി. ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. ഞാൻ ആളുകൾ കൂടുതലൊന്നും സഞ്ചരിക്കാത്ത വഴി ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ഡിഫറൻസ്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം. അപ്പോൾ അദ്ദേഹം ആ വഴി സെലക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം. അല്ലെങ്കിൽ അദ്ദേഹം ആ വഴി സെലക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണം. ഇത് നമ്മൾ ആ രണ്ട് സെൻസിലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ കവി പറയുന്നത്, ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ 2 ഓപ്ഷൻ വരുമ്പോൾ അതിൽ നല്ലത് നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കൂലങ്കഷമായിട്ട് ചിന്തിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു അപകടത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിക്കളയും എന്നാണ് ഈ കവിതയിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞിരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കുന്നതിനുള്ളത് ലിറ്റററി ഡിവൈസുകളാണ്. അഥവാ ഇവിടെ കവിതയിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വാക്യങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ആദ്യമായി നമ്മൾ പറഞ്ഞു, ഇവിടെ ജീവിതം എന്നുള്ളതിൻ്റെ സിമ്പലായിട്ടാണ് 2 റോഡുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 roads എന്നുള്ളത് എന്താണ്, ജീവിതത്തെ സിമ്പൽ ചെയ്താണ്. എന്താ സിംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംബോളിസം ഈസ് ദ യൂസ് ഓഫ് സിംബൽസ് ടു സിഗ്നിഫൈ ഐഡിയാസ് ആൻഡ് ക്വാളിറ്റീസ്
ബൈ ഗിവിംഗ് ദം സിംബോളിക് മീനിങ്സ് ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദെയർ ലിറ്ററലി സെൻസ്. ഇവിടെ ഭാഷാർത്ഥത്തിൽ റോഡ് എന്നതിൻ്റെ അർത്ഥം വഴി എന്നാണ്. പക്ഷേങ്കിൽ ഇവിടെ കവി ഉപയോഗിച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ സിമ്പലായിട്ടാണ് ഇവിടെ റോഡ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുക, സിംബോളിസം എന്ന് പറയുക. രണ്ടാമത്തത് ഡിവൈസ് അനഫോറ എന്ന് പറയും. അനഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെപ്പിറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ആൻ ആർട്ടിസ്റ്റിക് എഫക്റ്റ് ഈസ് നൗൺ ആസ് അനഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലുള്ള വാക്യം തന്നെ അടുത്ത 2-3 സെൻറ്റൻസുകളായിട്ട് കൊടുക്കുക. ഇതിനാണ് അനഫോറ എന്ന് പറയുക. അഥവാ ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസിൽ ആൻഡ് എന്ന് ഉപയോഗിച്ചു, രണ്ടാമത്തെ സെൻറ്റൻസിൽ ആൻഡ് കൊണ്ട് തുടങ്ങി, 2-3 സെൻറ്റൻസുകൾ അടുത്ത 2-3 സെൻറ്റൻസുകൾ ആൻഡ് കൊണ്ട് തന്നെ തുടങ്ങി. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ വാക്യങ്ങൾ കൊണ്ട് തന്നെ സെൻറ്റൻസുകൾ തുടങ്ങുന്നതിനാണ് അനഫോറ എന്ന് പറയുക. അടുത്ത ഡിവൈസായിട്ട് നമുക്ക് പറയാനുള്ളത് റെയിം സ്കീം. നമ്മൾ അറബി കവിത എഴുതുമ്പോൾ അവസാനത്തെ വസനുകൾ അക്ഷരങ്ങളൊക്കെ ഒപ്പിച്ചിട്ടാണ് നമ്മൾ കവിത എഴുതുക. അതുപോലെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, ഈ സൗണ്ടുകൾ, റൈമുകൾ, പ്രൊനൗൺസിയേഷൻ സൗണ്ടുകൾ അനുസരിച്ച് കവിത എഴുതുന്നതിന് എന്ത് ചെയ്യുക, റൈം സ്കീം എന്ന് പറയാം. ഇവിടെ വുഡ്, സ്റ്റുഡ്, കുഡ് ഇത് ഒരേ പ്രൊനൗൺസിയേഷൻ, ഒരേ റൈമിൽ വരുന്ന സാധനങ്ങളാണ്. അതേപോലെ രണ്ടാമത്തത് ബോത്ത്, അഞ്ചാമത്തത് ഗ്രോത്ത്. അവസാനത്തെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ബോത്ത്, ഗ്രോത്ത് എന്നുള്ളത് എന്താണ്, ഒരേ റൈമിൽ ഒരേ വസ്നിൽ വരുന്ന സാധനങ്ങളാണ്. ഇതിനാണ് റൈം സ്കീം എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തെ സൗണ്ടിൽ വരുന്നതിന് എ എന്നും രണ്ടാമത്തെ സൗണ്ട് ബി എന്നും കൊടുത്തിട്ട് ഈ 5 സെൻറ്റൻസുകൾ നമ്മൾ റൈം സ്കീം കണ്ടെത്തിയത് ABAAB അഥവാ എ എന്നുള്ളത് വുഡിൻ്റെ രീതിയിലാണ് സ്റ്റുഡ്, കുഡ് എന്ന് വന്നത്. ബോത്തിൻ്റെ രീതിയിലാണ് ഗ്രോത്ത് വന്നത്. ഇങ്ങനെ ABAAB എന്ന രീതിയിലാണ് ഇവിടെ റൈം സ്കീം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ദ ഒക്കറൻസ് ഓഫ് ദി സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി അഡ്ജസ്റ്റൻ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത് ഉള്ള 2 വേർഡുകൾ, ആ 2 വേർഡുടെയും ആദ്യത്തെ അക്ഷരം ഒന്നാകുക. ഉദാഹരണം വാണ്ടഡ്, വിയർ. ഇവിടെ 2 വാക്യങ്ങളും വാണ്ടഡ് എന്നും വിയർ എന്നുള്ള 2 അക്ഷരങ്ങളും തുടങ്ങുന്നത് ഡബ്ല്യൂയിലാണ്. അതേപോലെ അടുത്ത സെൻറ്റൻസ് ദോ ആസ് ഫോർ ദാറ്റ് ദ പാസിങ് ദർ. ഇവിടെ കുറേ ദ എന്ന് എന്ത് ചെയ്തു, TH ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ അടുത്ത് കിടക്കുന്ന വേർഡുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, ഒരേ അക്ഷരങ്ങളാകുന്നതിനാണ് അല്ലിട്രേഷൻ എന്ന് പറയുക. ദ ലാസ്റ്റ് വൺ ഈസ് റെപ്പീറ്റേഷൻ. റെപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ ആവർത്തിക്കുക. ഇവിടെ ഏജസ് എന്ന സെൻറ്റൻസുകൾ എന്ത് ചെയ്തു, വാക്കുകൾ ആവർത്തിച്ചു വന്നു. അതേപോലെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ 2 റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ യെല്ലോ വുഡ് എന്ന് പറഞ്ഞു. അതേ മീനിങ്ങിൽ വരുന്നതാണ് 2 റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ്. അപ്പോൾ 1-4 സെൻറ്റൻസുകളിൽ ഈ 2 സെൻറ്റൻസുകളും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഇതെന്താണ്, സെൻറ്റൻസുകളുടെ റെപ്പീറ്റേഷനാണ്. ഏജസ് എന്ന് പറയുന്നതാണ് ലഫ്ലുകളുടെ, വേർഡുകളുടെ റെപ്പീറ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഡിവൈസുകളാണ് ഈ കവിതയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് സിംബോളിസം, രണ്ടാമത്തത് അനഫോറ, മൂന്നാമത്തത് അല്ലിട്രേഷൻ, നാലാമത്തത് റൈം സ്കീം, 5 റെപ്പീറ്റേഷൻ. ഇങ്ങനെയുള്ള 5 ഡിവൈസുകളാണ് ഇതിൽ ഉപയോഗിച്ചത്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും മനസ്സിലാകാത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.